നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽസിന്റെ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കൊക്കക്കോള കമ്പനി തിരിച്ചുവിളിച്ച ഉൽപ്പന്നങ്ങൾ ബഹ്റൈനിലെ വിപണിയിലില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പ്രാദേശിക നിർമ്മാതാക്കളുടെ പരിശോധനയ്ക്കും കൊക്കക്കോള ബഹ്റൈനിലെ ലബോറട്ടറി പരിശോധനയ്ക്കും ശേഷം നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചുവിളിച്ച കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ ബഹ്റൈനിലെ വിപണിയിലില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ലഭ്യമായ ഉൽപ്പന്നങ്ങൾ എല്ലാ അംഗീകൃത ആരോഗ്യ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് പരിശോധനകൾ സ്ഥിരീകരിച്ചു. പബ്ലിക് ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെ ഫുഡ് കൺട്രോൾ വിഭാഗം പ്രാദേശികമായി ലഭ്യമായ കൊക്കക്കോള ഉൽപ്പന്നങ്ങളുടെ സാമ്പിൾ എടുക്കുകയും പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ക്ലോറേറ്റുകളുടെ അസാധാരണമായ അളവ് കണ്ടെത്തിയിട്ടില്ലെന്ന് ഫലങ്ങൾ സ്ഥിരീകരിച്ചു. ഇത് ഉപഭോഗത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം സ്ഥിരീകരിക്കുന്നു. ബഹ്റൈനിലെ വിപണികളിൽ ലഭ്യമായ എല്ലാ ഭക്ഷ്യ പാനീയ ഉൽപ്പന്നങ്ങളും പ്രാദേശിക, ഗൾഫ്, അന്തർദേശീയ ആരോഗ്യ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്ഥിരമായ പരിശോധനകൾക്കും ഗുണനിലവാര നിയന്ത്രണ നടപടികൾക്കും വിധേയമാവുകയും പൗരന്മാരുടെ താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ക്രൗൺ പ്രിൻസ് കപ്പ് ഫെസ്റ്റിവലിന്റെ അവസാന ദിനത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സഖീറിലെ റാഷിദ് ഇക്വസ്ട്രിയൽ ആൻഡ് ഹോഴ്സ് റൈഡിംഗ് ക്ലബിൽ സെബാക്കോ സ്പോൺസർ ചെയ്ത ക്രൗൺ പ്രിൻസ് കപ്പ് ഫെസ്റ്റിവലിന്റെ അവസാന ദിവസത്തിൽ പങ്കെടുത്തു. തന്ത്രപരമായ പദ്ധതികൾ, അതിന്റെ വികസനം, ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന രാജ്യത്തിന്റെ കുതിരസവാരി മേഖലയുടെ തുടർച്ചയായ പുരോഗതി രാജകുമാരൻ സൽമാൻ ബിൻ ഹമദ് എടുത്തു പറഞ്ഞു. ഈ മേഖലയുടെ മത്സരക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ദൂരവ്യാപകമായ കാഴ്ചപ്പാടിന് അനുസൃതമായി ഈ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ബഹ്റൈൻ പ്രതിബദ്ധത ഹിസ് റോയൽ ഹൈനസ് ഊന്നി പറഞ്ഞു. പ്രാദേശികവും അന്തർദേശീയവുമായ കുതിരപ്പന്തയ ഇവന്റുകൾ രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം റോയൽ ഹൈനസ് അടിവരയിട്ടു. ദേശീയ കഴിവുകളും ടീം ബഹ്റൈന്റെ വൈദഗ്ധ്യവും എടുത്തു കാണിക്കുകയും ചെയ്തു. തങ്ങളുടെ മികവിലൂടെയും സർഗാത്മകതയിലൂടെയും ടീം ബഹ്റൈൻ രാജ്യാന്തര സ്പോർട്സ് വേദികളിൽ രാജ്യത്തിന്റെ പ്രാദേശികവും ആഗോളവുമായ നില മെച്ചപ്പെടുത്തുന്നത് തുടരുന്നുവെന്ന് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ പൂർവികരുടെ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവി തലമുറകൾക്കായി അതിന്റെ വികസനത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കുതിരപ്പന്തയമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക, അന്തർദേശീയ കുതിരസവാരി കായിക മേഖലകളിൽ വിജയം കൈവരിക്കുന്നതിൽ ബഹ്റൈനികളുടെ അഭിനിവേശത്തിനും അർപ്പണബോധത്തിനും രാജകുമാരൻ സൽമാൻ ബിൻ ഹമദ് നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ എംബസി 2025 ആദ്യ ഓപ്പൺ ഹൗസ് ജനുവരി 31 സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി 2025 ആദ്യ ഓപ്പൺ ഹൗസ് ജനുവരി 31 അംബാസഡർ വിനോദ് കുര്യൻ ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്നു. എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീമും കോൺസുലർ ടീമും പാനൽ അഭിഭാഷകരും പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ ഏകദേശം 30 കേസുകൾ ലഭിച്ചു. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷിക്കുന്നതിനായി എംബസി സംഘടിപ്പിച്ച പതാക ഉയർത്തൽ ചടങ്ങിനും സായാഹ്ന സ്വീകരണത്തിനും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തമുണ്ടായതിൽ അംബാസഡർ സന്തോഷം പ്രകടിപ്പിച്ചു. നിയമപരമായ പ്രശ്നങ്ങൾ തടയുന്നതിന് ലൈസൻസ് ഇല്ലാത്ത പണമിടപാടുകാരിൽ നിന്നും വായ്പകൾ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് അംബാസഡർ കമ്മ്യൂണിറ്റി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. അമിത പലിശ നിരക്കിൽ വായ്പയെടുക്കാൻ ഒരേ രാജ്യക്കാരുമായി ഇടപഴകുന്ന ഒരു കൂട്ടം തൊഴിലാളികളെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നേടിയ പണം ഉപയോഗിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും എംബസിക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു. ഈ വായ്പാ പ്രവർത്തനങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ സൂചന ആയിരിക്കാമെന്ന് അംബാസഡർ വിനോദ് കെ ജേക്കബ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ആവശ്യമായ അനുബന്ധങ്ങൾ ഇന്ത്യ അടുത്തിടെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ പ്രവാസികളായ ഇന്ത്യക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസി സമൂഹത്തെ പരിപാലിക്കുന്നതിൽ ബഹ്റൈൻ അധികാരികളുടെ പിന്തുണയ്ക്കും സഹകരണത്തിനും അംബാസഡർ നന്ദി പറഞ്ഞു. ഓപ്പൺ ഹൗസിലെത്തിയ കേസുകളിൽ ചിലത് പരിഹരിച്ചു, മറ്റുള്ളവ എത്രയും വേഗം ഏറ്റെടുക്കും. ഓപ്പൺ ഹൗസിൽ സജീവമായി പങ്കെടുക്കുന്നതിന് എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും അംബാസഡർ നന്ദി പറഞ്ഞു. ഒരു ഇടവേള.
all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. മറ്റു പ്രധാന വാർത്തകൾ നോക്കാം. ബഹ്റൈൻ കേരളീയ സമാജം ഓണാട്ടുകര ഫെസ്റ്റ് 2025 ഫെബ്രുവരി 7 സമ്പന്നമായ കാർഷിക സംസ്കൃതിയുടെയും ക്ഷേത്ര സംസ്കാരത്തിന്റെയും ക്ഷേത്ര കലകളുടെയും ഉത്സവ പെരുമയുടെയും നാടാണ് ഓണാട്ടുകര. ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവവും അനുഷ്ഠാന കലയായ കുത്തിയോട്ടവും കുതിരമൂട്ടിൽ കന്നിസദ്യയുമാണ് ഓണാട്ടുകര പെരുമയിൽ മുന്നിൽ നിൽക്കുന്നത്. പാരമ്പര്യ തച്ചുശാസ്ത്ര ശില്പഭംഗി നിറഞ്ഞ കെട്ടുകാഴ്ചകൾ ഓണാട്ടുകരയുടെ ക്ഷേത്രോത്സവങ്ങളുടെ പ്രത്യേകത കൂടിയാണ്. പൂത്തു നിൽക്കുന്ന എള്ളിൻ പാടങ്ങളും മഞ്ഞ വിരിച്ചു നിൽക്കുന്ന കുന്നലിൻ പാടങ്ങളും കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന പുഞ്ചവയലുകളും നിറഞ്ഞ മനോഹരമായ ഭൂമിയാണ് ഓണാട്ടുകര. കുംഭഭരണി ഉത്സവത്തോട് അനുബന്ധിച്ച് നടത്തുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി ഉത്സവ ചന്ത ഈ കാർഷിക സംസ്കാരം വിളിച്ചോതുന്നതാണ്. ഈ വരുന്ന ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഓണാട്ടുകര ഫെസ്റ്റിൽ രാവിലെ 11 മണി മുതൽ കഞ്ഞിസദ്യയും വൈകിട്ട് 6 മണി മുതൽ ചെട്ടിക്കുളങ്ങര കുത്തിയോട്ട സമിതി ബഹ്റൈൻ്റെ 100-ൽ പരം കുത്തിയോട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയായ കുത്തിയോട്ടപ്പാട്ടും ചുവടും നടത്തപ്പെടുന്നതായി സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ VS, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, കുത്തിയോട്ട സമിതി കൺവീനർ രഘുനാഥൻ നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൻ്റെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യത്യസ്തമായ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുക, അവിടുത്തെ സംസ്കാരങ്ങളെ ഒക്കെ ഒന്ന് പുനരാവിഷ്കരിക്കുക. ഇവിടെ പലർക്കും നമുക്ക് നാട്ടിൽ പോകാത്തതുകൊണ്ട് തന്നെ ഇത് എന്താ ഓണാട്ടുകാരുടെ ഒരു വികാരമാണ്. അത് നാട്ടിൽ പോകാത്തവർക്കും കൂടി അത് അനുഭവിക്കാനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് അറിയാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരവസരമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ സമാജത്തെ സംബന്ധിച്ച് നടത്തുന്നത് വളരെ അഭിമാനകരമാണ്. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന കലയും അതുപോലെ അതിൻ്റെ രാവിലെ അതിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കഞ്ഞി സദ്യയും നടക്കുന്നുണ്ട്. കാലത്ത് 11 മണി മുതലാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 7 മണി മുതൽ അനുഷ്ഠാന കലയായിട്ടുള്ള കുത്തിയോട്ടം ഇവിടെ നടക്കുന്നു. മുഴുവൻ മലയാളികളെയും ഹൃദയപൂർവ്വം ബഹ്റൈൻ കേരളീയ സമാജത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ VS, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, കുത്തിയോട്ട സമിതി കൺവീനർ രഘുനാഥൻ നായർ, സന്തോഷ് ബാബു, സുനിൽ മാവേലിക്കര, സച്ചിൻ ശങ്കർ, അജിത് മാത്തൂർ എന്നിവർ പങ്കെടുത്തു. തെക്കേ കൊല്ലംകോട് ഇടവക ബഹ്റൈൻ പ്രവാസികളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. തെക്കേ കൊല്ലംകോട് ഇടവകയിലെ ബഹ്റൈൻ പ്രവാസികളുടെ കുടുംബസംഗമം OICC ഹാളിൽ നടന്നു. തെക്കേ കൊല്ലംകോട് ഇടവകയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിൽ എത്തിച്ചേർന്ന ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ഡെയ്സൺ യേശുദാസ് അവരുടെ സാന്നിധ്യത്തിൽ നടച്ചേർന്ന യോഗത്തിൽ ഷാജി പൊഴിയൂർ അധ്യക്ഷനായി. ഡൊമിനിക് തോമസ് സ്വാഗതവും ബിനുലാൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. കുടുംബസംഗമത്തിൽ കഴിഞ്ഞ 25 വർഷമായി പ്രവാസിയായി കഴിയുന്നവരെയും കുടുംബിനികളായി വന്ന് ജോലി നേടി സ്വയം പര്യാപ്തത കൈവരിച്ച വനിതകളെയും പൊന്നാടയും ഫലകവും നൽകി ആദരിക്കുകയും ചെയ്തു. പ്രവാസി സമൂഹത്തെ ബാധിക്കുന്ന അത്യന്താപേക്ഷിതമായ ചില വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി ബഹ്റൈനിലെ കടലിൽ നിന്നും കാണാതായ 2 മത്സ്യത്തൊഴിലാളികളുടെ അന്വേഷണത്തിനായി ബഹ്റൈൻ ഇന്ത്യൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ കഴിഞ്ഞ 2 വർഷമായി ദുബായിലെ ജയിലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനുള്ള നടപടികൾക്കായി ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും യോഗത്തിൽ ധാരണയായി. നിരവധി പ്രവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത വേദി മറ്റ് നിരവധി ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ചു.
IYCC ബഹ്റൈൻ മഹാത്മാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ മുഹറഖ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. രക്തസാക്ഷിത്വ ദിനാചരണ യോഗത്തിന് അനസ് റഹീം സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി പഠിപ്പിച്ച നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓരോ IYCC പ്രവർത്തകനും തയ്യാറാവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിഗുഡ്, ആർട്സ് കൺവീനർ റിച്ചി കളത്തൂരേത്ത് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. OYCC ബഹ്റൈൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ടീം ഇൻഡസിന് 1ാം സ്ഥാനം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ബഹ്റൈനിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ക്വിസ് മത്സരത്തിൽ സിബു ജോർജ് ജൊഹാൻ സിബു ടീം ഇൻഡസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചിത്തിര എന്നാഴിയിൽ അദിക് ടീം ഗംഗ, സജിത സതീശൻ അനുവിന്ദ് ടീം നർമ്മദ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ അർഹരായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം, ട്രോഫി, ഗാന്ധിജിയുടെ ആത്മകഥ, ക്യാഷ് പ്രൈസ് എന്നിവ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. OYCC തൃശൂർ ജില്ലാ പ്രസിഡന്റ് PT ജോസഫ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയ്സൺ മഞ്ഞളി സ്വാഗതം പറഞ്ഞു. പരിപാടികൾക്ക് ജോയ്സൺ ദേവസി, ബെന്നി പാലയൂർ എന്നിവർ നേതൃത്വം നൽകി. OYCC നേതാക്കളായ ബിനു കുന്നന്താനം, ബോബി പാറയിൽ, സയ്യിദ് MS, ലത്തീഫ് ആയഞ്ചേരി, ജവാദ് വക്കം, സൽമാനുൽ ഫാരിസ്, അലക്സ് മഠത്തിൽ, നെൽസൺ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. ക്വിസ് മാസ്റ്റർ അനീഷ് നിർമ്മലൻ വളരെ വ്യത്യസ്തതയോടെ അവതരിപ്പിച്ച പരിപാടി മത്സരാർത്ഥികളിലേക്കും കാണികളിലേക്കും അറിവിന്റെ പുതിയ വാതായനം തുറന്നുവെച്ചു. ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ഡിൻഡോ ഡേവിഡ് നന്ദി പറഞ്ഞു. BKK സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ബഹ്റൈൻ കരുവന്നൂർ കുടുംബം BKK അൽഹിലാൽ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ അതിലിയയിലുള്ള മെഡിക്കൽ സെന്ററിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി രക്തപരിശോധന നടത്തുവാനും ഡോക്ടറെ കാണാനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. മെഡിക്കൽ സെന്ററിൽ തന്നെ നടന്ന ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അമൽദേവ് O, KBTK ജനറൽ സെക്രട്ടറി അനൂപ് ചുങ്കത്ത്, പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ, ബഹ്റൈൻ കരുവന്നൂർ കുടുംബം മുഖ്യ രക്ഷാധികാരി ഷാജഹാൻ കരുവന്നൂർ, സെക്രട്ടറി അനൂപ് അഷ്റഫ്, പ്രസിഡന്റ് MB സിബി, അമൽ ബാലചന്ദ്രൻ, ഷിജിൻ വി രാജു, അൽഹിലാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബിനോയ് ബോബൻ, മുഹമ്മദ് റസ്വാൻ, ബിക്കോ മണി എക്സ്ചേഞ്ച് എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. വാർത്തകൾ തുടരുന്നു. ബജറ്റിൽ ഇത്തവണയും കേരളത്തിന് വൻ നിരാശ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ഇല്ല. കേരളത്തിന് ബജറ്റിൽ നിരാശ. സംസ്ഥാനത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടാത്ത ബജറ്റിൽ കേരളത്തിനായി യാതൊരു പ്രത്യേക പ്രഖ്യാപനങ്ങളുമില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ധനമന്ത്രി പരാമർശിച്ചതേ ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ
ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിയിലും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിലും നിരാശ തന്നെയാണ്. രാജ്യത്തെ ആകെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജുകളൊന്നും പരാമർശിക്കാത്തതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഏറ്റവുമധികം നിരാശയുണ്ടാക്കുന്നത്. അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ഏറെ പ്രതീക്ഷിച്ചതായിരുന്നു. മുണ്ടക്കൈ പുനരധിവാസത്തിനായി 2,000 കോടിയും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ 1,000 കോടിയും വിഴിഞ്ഞം തുറമുഖത്തിനായി 5,000 കോടിയും കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവയൊന്നും പരിഗണിക്കപ്പെട്ടതേയില്ല. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കടുത്ത നിരാശയും ബീഹാറിന് ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങളും ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള എംപിമാരും സംസ്ഥാന സർക്കാരും വലിയ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു. 4 വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുകൂടാമെന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. കോൺഗ്രസിനും ലീഗിനുമെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് എടുക്കാതെ വർഗീയതയ്ക്ക് സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. 4 വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുകൂടാമെന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലീഗിന്റെ കാര്യങ്ങൾ നടത്താമെന്ന രീതിയിലേക്ക് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ട് ഇവരെ ലീഗ് തുറന്ന് എതിർക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഞങ്ങൾ നേരത്തെയും പരാജയപ്പെട്ടതാണ്. ചേലക്കരയിൽ LDFനെ എങ്ങനെയും പരാജയപ്പെടുത്തും എന്ന രീതിയിലാണ് കോൺഗ്രസും ലീഗും പ്രവർത്തിച്ചത്. പാലക്കാട് LDFന് മാറ്റമുണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. പോളിംഗ് കുറഞ്ഞപ്പോഴും വോട്ടിന്റെ എണ്ണം ഞങ്ങൾ കൂട്ടി. കോൺഗ്രസിന്റെ ജയം എങ്ങനെയാണ് പാലക്കാട് SDPIയുടെ ജയമാകുക? 4 വോട്ട് പോരട്ടെ, വർഗീയതയാണെങ്കിലും വോട്ട് പോരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കി. മതനിരപേക്ഷതയെ തള്ളി പറഞ്ഞവരാണ് സംഘപരിവാർ, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞവരാണ് RSS. വർഗീയതയുമായി കോൺഗ്രസ് സമരസപ്പെടാൻ ശ്രമിച്ചു. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ നേരിടാനാവണം. എന്തുകൊണ്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കാനാവുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. വർഗീയതയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ആപത്കരമായ നിലയാണ് സ്വീകരിക്കുന്നത്. അത് തിരിച്ചറിയാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.